പൊരുതി നേടിയ വിവാഹമോചനം സന്തോഷിച്ചു തുടങ്ങുമ്പോഴേക്കും ക്യാൻസർ തേടിയെത്തി. ജീവിതത്തിൽ നേരിടേണ്ടി വന്ന പ്രതിസന്ധികളെക്കുറിച്ച് ആദ്യമായി മനസ്സ് തുറന്ന് ജുവൽ മേരി. താനിപ്പോൾ വിവാഹമോചിതയാണെന്നും 2023 തനിക്ക് ക്യാൻസർ ബാധിച്ചിരുന്നുവെന്നുമാണ് ജുവൽ മേരിയുടെ തുറന്നുപറച്ചിൽ. ധന്യാവർമ്മയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് ജുവൽ മേരിയുടെ വെളിപ്പെടുത്തൽ. 2015 ജുവൽ വിവാഹിതയായത്. മലയാളികൾക്ക് സുപരിചിതയായ ടെലിവിഷൻ അവതാരികയും നടിയുമൊക്കെയാണ് ജുവൽ മേരി. ഒറ്റവാക്കിൽ പറയാം, ഞാൻ വിവാഹിതയായിരുന്നു, പിന്നെ വിവാഹമോചിതയായി. ഫൈറ്റ് ചെയ്ത് ഡിവോഴ്സ് വാങ്ങിയ ആളാണ്. പലർക്കും അതൊരു കേക്ക് വാക്ക് ആയിരുന്നുവെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്കങ്ങനെ ആയിരുന്നില്ല. ഞാൻ പൊരുതി വിജയിച്ചു, അങ്ങനെ രക്ഷപ്പെട്ടു. വിവാഹമോചനം കഴിഞ്ഞിട്ട് 1 വർഷമേ ആകുന്നുള്ളൂ. 2021 മുതൽ പിരിഞ്ഞാണ് കഴിയുന്നത്. ഇതിനിടയ്ക്ക് വേറൊരു തമാശ ഉണ്ടായെന്നും ജുവൽ പറയുന്നു. 3-4 വർഷം എടുത്താണ് വിവാഹമോചനം കിട്ടിയത്. മ്യൂച്വൽ ആണെങ്കിൽ 6 മാസത്തിനുള്ളിൽ കിട്ടും. മ്യൂച്വൽ കിട്ടാൻ ഞാൻ കുറെ നടന്നു, കുറെ കഷ്ടപ്പെട്ട് വാങ്ങിച്ചെടുത്ത വിവാഹമോചനമാണ്. അതിനാൽ പോരാട്ടം എന്ന് തന്നെ പറയുമെന്നും ജുവൽ പറയുന്നു. പിന്നാലെയാണ് ജുവലിനെ ക്യാൻസർ ആണെന്ന് കണ്ടെത്തുന്നത്. ജീവിതത്തിലേക്ക് തിരികെ വരുമ്പോഴാണ് താരത്തെ തേടി രോഗമെത്തുന്നത്. ഇനിയെങ്കിലും ജീവിതം ഒന്ന് ആസ്വദിക്കണം, സന്തോഷിക്കണമെന്ന് കരുതി അങ്ങനെ ഇരിക്കെ ലണ്ടനിൽ ഒരു ഷോയ്ക്ക് പോയി. അവിടെ 1 മാസം കറങ്ങി. അവിടെ സുഹൃത്തുക്കളുണ്ട്, അവരെ കാണാൻ പോയി. ഇംഗ്ലണ്ടിലും അയർലൻഡിലും സ്കോട്ട്ലൻഡിലും പോയി. നല്ല ഹരം പിടിപ്പിക്കുന്ന ഒറ്റയ്ക്കുള്ള യാത്ര. എൻ്റെ സന്തോഷത്തിൻ്റെ പാരമ്യത്തിലായിരുന്നു അത്. എൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്നത് ലണ്ടനിലാണ്. കയ്യിലുള്ള കാശൊക്കെ പൊട്ടിച്ചാണ് തിരികെ വരുന്നത്. ഇനിയും ജോലി ചെയ്യുമെന്നറിയാം. 7 വർഷമായി തൈറോയിഡിൻ്റെ പ്രശ്നമുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ഭാരത്തിൽ വ്യത്യാസമുണ്ടാകും. കൂടെ ഇന്റേണൽ ട്രോമോയും സ്ട്രെസ്സും PCODയും ഒക്കെ ഉണ്ട്. റെഗുലർ ചെക്കപ്പിനായി 1 ദിവസം പോയി. വേറൊരു കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ചുമയ്ക്കുമ്പോൾ കഫം കുറച്ചധികം വരും. തൊണ്ട എപ്പോഴും ക്ലിയർ ചെയ്തുകൊണ്ടേയിരിക്കും. എന്നല്ലാതെ വേറെ ലക്ഷണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, ജുവൽ പറയുന്നു. ഒന്ന് സ്കാൻ ചെയ്ത് നോക്കാമെന്ന് ഡോക്ടർ പറഞ്ഞു. BSc നഴ്സിംഗ് പഠിച്ച ആളാണ്. എന്താണ് നടക്കുന്നതെന്ന് കണ്ടാൽ മനസ്സിലാകും. അവർ മാർക്ക് ചെയ്യുന്നത് കണ്ടപ്പോൾ മനസ്സിലായി എന്നാണ് ജുവൽ പറയുന്നത്. എൻ്റെ കാലൊക്കെ തണുക്കാൻ തുടങ്ങി. അവരുടെ മുഖമൊക്കെ മാറാൻ തുടങ്ങിയിരുന്നു. പിന്നെ അവർ ബയോപ്സി എടുത്ത് നോക്കാമെന്ന് പറഞ്ഞു. എൻ്റെ കാൽ അനങ്ങുന്നില്ല. ഞാൻ ഭൂമിയിൽ ഉറച്ചുപോയി. പേടിച്ചത് വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. അത് പറയരുത്, എടുക്കണമെന്ന് അവർ പറഞ്ഞു. എൻ്റെ കൈയും കാലും മരവിച്ചു പോയെന്നാണ് ജുവൽ പറയുന്നത്. ഡോക്ടർ ക്യാൻസർ ആകാൻ സാധ്യതയുണ്ടെന്ന സൂചന തന്നിരുന്നു. ബയോപ്സിയുടെ റിസൾട്ട് വരാൻ 15 ദിവസം കഴിയും. ജീവിതം സ്ലോ ആയി. റിസൾട്ട് വന്ന ശേഷം ഒന്നുകൂടെ ഉറപ്പിക്കണമെന്ന് പറഞ്ഞു. വീണ്ടും ബയോപ്സി എടുത്തുവെന്നും താരം പറയുന്നു. ഈ സമയം ഇത്രയും താൻ വീട്ടുകാരുടെ മുന്നിൽ പേടി കാണിച്ചതേയില്ല. പേടിയൊക്കെ ഉറഞ്ഞു പോയിരുന്നുവെന്നാണ് താരം പറയുന്നത്. 2ാമത്തെ റിസൾട്ട് വന്നപ്പോൾ പണി കിട്ടിയെന്ന് മനസ്സിലായി. ഫെബ്രുവരിയിലായിരുന്നു സർജറി. 7 മണിക്കൂറായിരുന്നു സർജറി എന്നും ജുവൽ പറയുന്നു. സർജറിക്ക് ശേഷം ശബ്ദം മുഴുവൻ പോയി. 6 മാസം എടുക്കുമെന്നാണ് പറഞ്ഞത്. ഇടത്തെ കൈ ദുർബലമായി പോയി. ആക്ടിവിറ്റി ഒന്നും നടക്കില്ലായിരുന്നു. ഫിസിയോയും തെറാപ്പിയും ഉണ്ടായിരുന്നുവെന്നും താരം പറയുന്നു. രോഗാവസ്ഥയും വിവാഹമോചനത്തെയും എല്ലാം അതിജീവിച്ച് ജീവിതത്തിലേക്ക് തിരികെ വരികയാണ് ജുവൽ മേരി.